ESA പ്രഖ്യാപനത്തിൽ CPM പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ജില്ലയിലെ ഭൂരിഭാഗം വില്ലേജുകളും പുനഃപ്രസിദ്ധീകരണ പട്ടികയിൽ വന്നത് എംപിമാരുടെ ഇടപെടൽ ഉണ്ടാക്കാത്തത് മൂലമെന്നും CPMന്റെ ആരോപണം. ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള എംപിമാർ 5 വർഷം പാർലമെന്റിനകത്ത് മിണ്ടാതിരുന്നതിന്റെയും പരിസ്ഥിതി സംഘടനകൾക്ക് ചൂട്ടുപിടിച്ചതിന്റെയും പരിണിത ഫലമാണിതെന്നും കോൺഗ്രസ് ഭരണകൂടം 2013 നവംബർ 13 ഇറക്കിയ നിർമ്മാണ നിരോധന ഉത്തരവിന്റെ ദുർഗതിയാണ് ഇപ്പോഴും ഇടുക്കിക്കാർ നേരിടുന്നതെന്നും CPM നേതൃത്വം വ്യക്തമാക്കി. 2014 മാർച്ച് 31 പുതിയ കരട് ഇറക്കിയതിലൂടെ എല്ലാം പരിഹരിച്ചുവെന്ന് പ്രസ്താവന ഇറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച കോൺഗ്രസ് നേതൃത്വം വൈകിയെങ്കിലും സത്യം തുറന്ന് സമ്മതിക്കണമെന്നാണ് CPM നേതൃത്വം പറയുന്നത്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ കൃഷി, തോട്ടം, ജനവാസ മേഖലകൾ, ടൗൺഷിപ്പുകൾ എന്നിവ ഒഴിവാക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാന സർക്കാർ നൽകിയ റിപ്പോർട്ട് അംഗീകരിച്ച് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാനാവശ്യമായ ഒരു ഇടപെടലും കേരളത്തിൽ നിന്നുള്ള എംപിമാർ കഴിഞ്ഞ 5 വർഷവും ചെയ്യാതിരുന്നതിന്റെ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നും CPM ജില്ലാ കമ്മിറ്റി അംഗം PN വിജയൻ പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള UDF എംപിമാര് ഇതിനു മുൻപും ഇപ്പോഴും ഈ കാര്യത്തിൽ വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 2014 അധികാരത്തിലിരുന്ന മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് അന്നത്തെ വനം പരിസ്ഥിതി മന്ത്രി കോൺഗ്രസ് നേതാവായിട്ടുള്ള ഡോക്ടർ ജയറാം രമേശും കൂടി കൊണ്ടുവന്നതാണിത്. അതുകൊണ്ട് അതിനെതിരെ നിലപാടെടുക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് ഇവര് ഇത് ഇടുക്കിയിലെയും കേരളത്തിലെയും പശ്ചിമഘട്ട മലനിരകളുടെയും ജനങ്ങളുടെ മേൽ പരിസ്ഥിതി സംരക്ഷണത്തിനെന്ന പേരിൽ ഇത് അടിച്ചേൽപ്പിച്ചിട്ട് ഇവര് പിന്നെ വേറെ ആരെ കുറ്റം പറയുന്നത്? അതാണ് കണ്ടവനെ കണ്ടില്ലേ കണ്ടവനെ പിടിക്കാന്ന് പറയുന്നത്. സ്വന്തം കുറ്റവും സ്വന്തം ചെയ്തികളും മറച്ചു വെക്കാൻ വെറുതെ LDF ഗവൺമെന്റിന്റെ മേൽ വിക്കറ്റ് കയറുകയാണ്. ഒന്നുകൂടെ പറയട്ടെ, LDF ഗവൺമെന്റ് ഇടുക്കി ജില്ലയിലെ തോട്ടം, കാർഷിക മേഖലകളെയും ജനവാസ മേഖലകളും ഏതൊക്കെയാണെന്ന് വ്യക്തമായി സർവേ നടത്തി അതിന്റെ ഭൂപടം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. നിർമ്മാണ നിരോധനം പുനഃപ്രസിദ്ധീകരിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയും എംപിമാരുടെ നിസ്സംഗതയ്ക്കെതിരെയും പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനുമാണ് CPM നീക്കം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.